വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചില പ്രശ്നങ്ങൾ അതിനി കഴിഞ്ഞില്ല. ചില പ്രശ്നങ്ങളോട് പരിഹരിക്കാനുണ്ട് കണ്ണൂരിൽ. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സംബന്ധിച്ച് UDF-ൽ ധാരണയായില്ല. സ്ഥിരം സമിതിയിലേക്ക് ഒറ്റയ്ക്ക് പത്രിക നൽകാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. കോൺഗ്രസിന്റെ കടുംപിടുത്തത്തിന് വഴങ്ങില്ലെന്ന് ലീഗ് നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നു. ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും നിർണായകമാകും. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും. ബിജീഷ്, നേരത്തെ തന്നെ അവിടെ കോൺഗ്രസും ലീഗിനും ഇടയിൽ തർക്കമുണ്ട്. സീറ്റ് തർക്കമൊക്കെ ഒരു വിധം പരിഹരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് എത്തി വലിയ വിജയം നേടാനൊക്കെ കഴിഞ്ഞു. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് സുധാകരനും പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ലേ? സൈഫു, ഇതിനകത്ത് കൗതുകം അതാണ്. കെ സുധാകരനാണ് ഇതിനകത്ത് ഇപ്പോൾ ഉടക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്നലെ DCCയിൽ ഇത് സംബന്ധിച്ചൊരു സമവായ ചർച്ച മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ജില്ലാ നേതൃത്വങ്ങൾ തമ്മിൽ നടന്നിരുന്നു. കെ സുധാകരനും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ യോഗത്തിനകത്ത് ജില്ലാ നേതാക്കന്മാർക്കിടയിൽ 4-3, അതായത് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസിനും അതുപോലെ തന്നെ 3 മുസ്ലിം ലീഗിനും നൽകാമെന്നുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പാർട്ടിക്കാർക്കിടയിലുള്ള ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ കോൺഗ്രസിനകത്ത് കെ സുധാകരൻ ഈ ലീഗിന്റെ ഇത്തരത്തിലുള്ള ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഈ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് നേതൃത്വം DCC ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി, ഇപ്പോൾ മുസ്ലിം ലീഗ് ഇതിനെ പറയുന്നത് 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് ഓരോരാളും, അതായത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും വെവ്വേറെ തന്നെ പത്രിക നൽകട്ടെ, അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു തരത്തിലും ഈ കോൺഗ്രസിന്റെ ഈ കടുംപിടുത്തത്തിന് വഴങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ കെ സുധാകരൻ എടുത്ത ഈ കടുംപിടുത്തത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ തങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ 4 കോൺഗ്രസിനും എടുക്കാം. നേരത്തെ 2020-ൽ ഇത് 5-2 ആയിരുന്നു. അതിനകത്തൊരു മാറ്റം വേണം. കാരണം 2020-ൽ മേയർ സ്ഥാനം വെച്ചുമാറുന്നതിലടക്കം വലിയ പ്രതിസന്ധി കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാക്കിയിരുന്നു. അന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാരെ ബന്ധപ്പെട്ടാണ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കിയിരുന്നത്. അന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 5-2 എന്നുള്ളൊരു ഫോർമുല നടപ്പാക്കി. പിന്നീട് അതിനകത്തൊരു മാറ്റം വരുത്തണം. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മേയർ, ഡെപ്യൂട്ടി മേയർ പദവി വെച്ചു മാറുന്ന ഘട്ടത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നൽകേണ്ടതാണ് എന്നുള്ളൊരു കാര്യം അന്ന് മുസ്ലിം ലീഗ് ആവശ്യമുന്നയിച്ചിരുന്നു. ഇന്ന് മുസ്ലിം ലീഗ് ഇപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ 3-4 എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനകത്ത് കെ സുധാകരൻ എന്ന് പറയുന്ന സംസ്ഥാന നേതാവിന്റെ ഭാഗത്തുണ്ടായ നീക്കം അത് മുന്നണി മര്യാദയെ ഒരു തരത്തിലും അതിന് ചേരുന്നതല്ല. കെ സുധാകരന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും വെവ്വേറെ തന്നെ പത്രിക നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിനകത്ത് അത് UDF-ന് വലിയ തലത്തിൽ തലവേദനയാകും. കാരണം ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും 7 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഭൂരിപക്ഷം UDF-ന് ലഭിക്കാത്ത ഒരു സാഹചര്യം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപപ്പെടും. അത് വലിയ തരത്തിലുള്ള ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തും. ഇന്നാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിനുള്ള സാധ്യത ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇനി ഏത് തരത്തിലാകും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്ന് കണ്ടറിയണം. ഏതായാലും മുസ്ലിം ലീഗും കോൺഗ്രസും അതിന്റെ കടുത്ത നിലപാടുകളിൽ തന്നെ തുടരുകയാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിലെ നിലവിലെ ഭരണം അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, ബിജീഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.